നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴ ആൻഡ് ക്രൂവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇൻട്രൊഡക്ഷൻ സീക്വൻസിൽ കാണിച്ച ആക്ഷൻ സീൻ, ആ ആക്ഷൻ സീൻ പോലെ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഫൈറ്റ് രംഗങ്ങളിൽ വടികൾ ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെ ഒറിജിനൽ അല്ല, പകരം ഇതേപോലെ ഡെമ്മിയാണ്. ഈ ഡെമ്മി എങ്ങനെയാണ് ഒറിജിനലെ വെല്ലുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത്. ഇത് പോളിഫോമാണ്, ഇത് SR ആണ്. ഇത് SR നമ്മൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രഷ്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഈ ചൗക്ക് ആണ്. ഈ ചൗക്ക് എന്ന് പറയുന്നത് നമ്മൾ കാറ്റാടിക്കഴ, അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ ചൂള മരത്തിൻ്റെ കമ്പ്, അങ്ങനെ പലതും പറയും. ഇതിൻ്റെ ഡെമ്മിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെമ്മി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ മരത്തിൻ്റെ തൊലി അതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ഈ പോളിഫോം ഉണ്ട്. ആ പോളിഫോം നമ്മൾ ഏകദേശം ഒരു 6 mm അല്ലെങ്കിൽ 8 mm ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ വടിയുടെ നീളം, ഉപയോഗിക്കുന്ന വടിയുടെ നീളം എത്രയുണ്ടോ അത്രയും നീളത്തിന് വേണ്ടി നമ്മളിത് കട്ട് ചെയ്യും. ഇത് SR ആണ്. ഈ SR നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു ഡപ്പയ്ക്കകത്തേക്ക് നമ്മളിങ്ങനെ SR നമ്മൾ ഒഴിക്കുന്നു. ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ പോളിഫോമിലേക്ക് SR നമ്മൾ ഈ ബ്രഷിലെടുത്തിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യും. SR തേച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റോളം നമ്മൾ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് ഇട്ടേക്കണം. ഡ്രൈ ആയതിനു ശേഷം നമ്മളിത് പതുക്കെ ഒന്ന് അങ്ങനെ ചുരുട്ടുകയാണ്. നമ്മുടെ വടിയുടെ ഒരു ആകൃതി എന്നൊക്കെ പറയുന്നത് നമ്മൾ റൗണ്ടാണല്ലോ, അപ്പം സ്വാഭാവികമായിട്ട് അത് റൗണ്ട് രൂപത്തിലേക്ക് നമ്മൾ ഈ SR തൂത്തതിന് ശേഷം ഈ പോളിഫോം നമ്മൾ അങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ്. അപ്പം ഇതിങ്ങനെ ചുരുട്ടി ഒരു നല്ല ഒരു വടിയുടെ ഏകദേശം ഷേപ്പ് ആകുന്ന ഇതിലേക്ക് നമ്മളിത് ചുരുട്ടി നമ്മൾ എടുക്കുന്നു. ഇതെന്തിനാണ് ഈ ബ്ലാക്ക് ഫോം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ ഈ കളറ് നമ്മളിപ്പോൾ വൈറ്റ് ആണ്, പോളിഫോമിൻ്റെ വൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു നാച്ചുറലായിട്ട് നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ഈ കാറ്റാടിക്കടയുടെ ആ ഒരു തൊലിയിലേക്ക് നമ്മൾ SR ആഡ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുന്നു. എങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്, ഇതിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മളിത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ഇതാണ് നമ്മൾ ശരിക്കും നമ്മൾ ഫൈറ്റ് രംഗങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ ദേഹത്തേക്കാണെങ്കിൽ ഇത് അടിക്കുന്ന സമയത്തേക്ക് അവർക്ക് ഒന്നും പറ്റില്ല, പക്ഷെ എന്നാൽ നമുക്ക് ഭയങ്കര ഒറിജിനാലിറ്റി ഇത് ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പോളിഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതാണ് ഇതിൻ്റെ ഇത്. കണ്ടില്ലേ, ഇതൊരു എന്താ പറയുക, ഒറിജിനൽ കാറ്റാടിക്കഴ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചൗക്ക് അതേപോലെ തന്നെ ഇല്ലേ, അതാണ് ഇതിൻ്റെ ഒരു, ഇങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇതിപ്പോൾ ഒറിജിനലും ഡെമ്മിയുമാണ്. ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ നമുക്കറിയാം, ആ റൈറ്റ് സൈഡിലിരിക്കുന്ന ഒറിജിനല്, അതേപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഡെമ്മി. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സിനിമകളിലൊക്കെ നമ്മൾ ഡെമ്മി വടിയായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്ന രീതി. ഇത് ഇന്നത്തെ എപ്പിസോഡിൽ ക്രിയേറ്റ് ചെയ്ത ഡെമ്മി വടിയാണ്. ഈ ഡെമ്മി വടി ക്രിയേറ്റ് ചെയ്ത രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ വർക്ക്ഷോപ്പുകൾ എല്ലാ ആഴ്ചകളിലും നിങ്ങളുടെ മൊബൈലിൽ എത്തുവാൻ വേണ്ടി ഇതിന്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ പ്രോഗ്രാമുമായി അടുത്ത ആഴ്ച. ബൈ.
സിനിമയിൽ ഉപയോഗിക്കുന്ന നോട്ടുകെട്ടുകളാണ്. ഈ നോട്ടുകെട്ടുകൾ എങ്ങനെയാണ് സിനിമയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്?